Good morning, everyone. How was the self-love meditation? Thank you so much. I'm so glad. I'm so happy. So, നമ്മളുടെ മൈൻഡ് പവർ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ അതിൽ ഏകദേശം 5 ദിവസം കംപ്ലീറ്റ് ആയിരുന്നു. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ക്ലാസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതില് അൺകണ്ടീഷണൽ ലവ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോഴ്സിൽ പങ്കെടുത്തുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നിത്യ ഈസ് ഹിയർ ആൻഡ് ജുവൈന ഈസ് ഹിയർ, മെനി പീപ്പിൾ ആർ ഹിയർ, റെഹന ഈസ് ഹിയർ. സോ എനിക്ക് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ it will be really helpful for other people. അടുത്ത മൈൻഡ് പവർ കോഴ്സ് ബാച്ച് വരാനിരിക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതൊരു ഇൻട്രസ്റ്റിംഗ് ആകും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ സെഷനും ഇന്ന് രാവിലെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താണ്? ആൻഡ് ഹൗ ഇസ് ഇറ്റ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നിത്യ, ഓർ ലൈക്ക് ഓർ എനിവൺ എൽസ്, ജോയിന, ഓർ ലൈക്ക് അഷ്ന, എനിബഡി? Thank you so much. Thank you, Shamina, for being here. All right. Anybody can share? Audio രൂപത്തിൽ വന്നാൽ മതി. You can share your experience. What about Nithya? Can you share? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് റേസ് ചെയ്യാം. ഹാൻഡ് റേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പറയാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ നിത്യ, യെസ്, യു ക്യാൻ ഷെയർ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് പേഴ്സണലി ഒരുപാട് യൂസ് ആവുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ എനിക്ക് ഈ മെഡിറ്റേഷൻ തന്നെ ഞാൻ ഇന്ന് നടന്നില്ലേ, അത് എനിക്ക് ഒത്തിരി ഇമോഷണലി ഒത്തിരി ഇതാവുന്നുണ്ട്. കാരണം എനിക്കത് ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 1 വീക്ക് ആയിട്ട് ആ ഒരു മെഡിറ്റേഷൻ വരാൻ വേണ്ടിയിട്ട്. കാരണം ആ സെൽഫ് ലവ് എത്ര ഇമ്പോർട്ടൻ്റാ എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിലും ഞാൻ ജോയിൻ ആയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ആ ചേഞ്ച് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ സെലക്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് പേഴ്സണലി അത് ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട് എനിക്ക് അപ്ഡേറ്റ് ആകാനായിട്ട്. ആക്ച്വലി എന്റെ പ്രോബ്ലം എന്താ, സെൽഫ് ലവ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അതിന് വന്ന ശേഷമാണ് അത് മനസ്സിലായത്. സോ ഇപ്പോ സാർ പറഞ്ഞല്ലോ ഒരു വേർഡ്, ഞാൻ എന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് ഞാൻ അത് കൊടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ, കാരണം എന്നെ പോലുള്ള പ്രോബ്ലം ഉള്ളവരാണ് എല്ലാവരും, അവരുടേതായ രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് ഫസ്റ്റ് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യണം. എന്നെ ഞാൻ കറക്ഷൻ ചെയ്യാതെ ഞാൻ ഇനി ഒരാൾക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. എന്റെ അടുത്ത് ഇല്ലാത്ത ഒരു ഇത് ഞാൻ ഇനി ഒരാൾക്ക് കൊടുക്കാനും പറ്റത്തില്ല. സോ അതെനിക്ക് ക്ലാരിറ്റി ആയിട്ട് അർത്ഥമായത് മനസ്സിലായത് ഈ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയ ശേഷം. ഈ മോർണിംഗ് ക്ലാസ് ആവട്ടെ, ആ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആവട്ടെ, എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിപ്പം 7,000 rupees വലിയൊരു ഫീ ആയിട്ടൊക്കെ വരുന്നവരുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത്? ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർത്ത് ആകുമോ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഈസ് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ ഫോർ എവരിവൺ? സീരിയസ്ലി അത് ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. ഇപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ അതിനുള്ള പേയ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് വേണ്ട നോളജ് കിട്ടണമെങ്കിൽ അത് പെയ്ഡ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അത് 100% റിയൽ ആണ്. കാരണം ജനറൽ നോളജ് ഒരുപാട് കിട്ടുമെങ്കിലും ഞാനും ഇപ്പോൾ എല്ലാ ബുക്കും, ഇപ്പൊ സാറ് പറയുന്ന ആൾമോസ്റ്റ് ബുക്സ് ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരിക്കലും അത് പ്രാക്ടീസ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ആ ഒരു കോച്ചിങ് ശരിക്കും നമുക്ക് ആ ഒരു മെന്റർ, ആ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ ഫോളോ ചെയ്യാനും നമ്മൾ ചോദിക്കാനും അത് അങ്ങനെ ഒരു പേഴ്സൺ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പേ ചെയ്താൽ മാത്രമേ നമുക്ക് അറ്റൻഷൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ യൂട്യൂബിലോ ബുക്കിലോ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആരുമില്ല. ഇപ്പൊ എന്നെ ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ സ്കൂളിലാണെങ്കിലും ടീച്ചർ ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടി പഠിക്കത്തേ ഇല്ല. അതേ ഫീലാണ് ഇവിടെ കൂടി. നമ്മൾ വളർന്നെങ്കിലും ആ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എനിക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ആയപ്പോഴാണ് മനസ്സിലായി. അല്ലെങ്കിൽ ഞാനും ആ 7,000 സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ഞാൻ കൂടി പേഴ്സണലി വെൽനസ് കോച്ചാണ്. എന്നിട്ട് പോലും എനിക്ക് പോലും അത് ആവശ്യമുണ്ട്. ഒരു ആസ് എ കോച്ച് എനിക്ക് ഇനിയൊരു കോച്ചിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും അത് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് ഒരുപാട് യൂസ്ഫുൾ ആയി. താങ്ക് യു സോ മച്ച്. ആ ക്ലാസ് എനിക്ക് വർത്ത്. Very good, very good. Thank you so much. Rehna, are you here? Would you like to share your feedback? Like, how was your experience?
Can you share? Yeah, sir. Good morning, sir. Morning. Can you hear me? Yes. You are audible. Sir. Sir, I just want to tell that it is a very useful course, and basically, I'm telling you, first and the foremost thing is that you have to prioritize yourself. Many of them who are hearing this, I know very well, they are not prioritizing. Myself also. But when you prioritize, all areas in your life will shine. I'm using the word shine. It will become better and better. And only then only you can excel in your life. And the most important person you are often forgetting is yourself. That should never happen. And yesterday's class, sir was talking about self-love. Along with that, I was also practicing self-love. That is very, very important as a person. That is your wholesomeness comes through self-love. For your functional efficiency, that is very, very important. And what sir said as to the amount of the fees, I say it is not at all a high one when you consider the value you are getting from that. And a mentor is very, very essential. I've told in the class also. Without a mentor, you will be off track. You will go here, there, slip there, and all these things will happen. These mentors, they will guide you properly. They will tell you where your flaws are. Myself also, I went to sir and I was talking and about what I'm going through. I wasn't able to identify. Sir was a person who said, this is your problem. Then I could easily identify. And once I identified, I realized and I started flying like anything. Because once you realize your problem is this, or your problem, in my case, it is not an actual problem, then that relief, full understanding will come and you will become a person who is now proper enough to get on your track so well. So a mentor is very, very essential. Keep off all other thoughts. I'm telling you about the money and all those things. Once you get into it, it will be very beneficial. Myself also thought that, oh, I can do this by reading books, that and all and all. That is not possible actually. Because we don't know, if you are in certain problem, we are not able to analyze properly. This other person, the mentor, he's able to see us fully well. He's able to have a good background. About what the current position is. He will enable us to sail through the problem very well. And once you are out, it is actually coming out of a fever. Once you're out of the fever, you feel better, you relax, everything will shine so better. That is happening now. So I think, you have to, just like taking bath every day, for the mind also, you should take bath and that should be under the guidance. And once you excel, there is no going back. That is what I feel. Thank you, Shafi sir, so much. It helped me so much. I do think whoever joins, they will also find this so useful. And this is something which makes your life very beautiful. I'm telling you, not simply, I'm telling you, it makes your life so beautiful. Even morning, because, I used to tell some working days, I'm not able to attend program, but still I make it a point somehow to get into the meditation session because it is setting my day. Because otherwise, I used to get up, I do some affirmations in my own after reading the books and get into all this, have a tea, some newspaper reading, everything. Now I'm really streamlined. I know what to do early morning. This way I have to do, get into the abundance affirmations, then to meditation, and then I'm setting my whole day. So the trigger is there, and throughout the day I will run. And before coming, I was telling sir that I was running out of energy here and there. But now after joining the class, there's no energy loss, nothing like that. I'm full of energy. Evening also, even though it differs there, I'm able to carry over the day with all the techniques and tools sir has said. And he also said one thing, you have to process the data properly. That data processing is also very, very important. And you should have, he has given us so many tools, and we have to evolve strategies. He's giving strategies also, but better you form the strategies and you start evolving as a better, wholesome person. That is what I've did. I have lots of thanks to Shafi sir and the team, because I have experienced it. And please don't think that with all your knowledge and all the things it will work so well. In my case, it is not so. Only with a mentor, it is happening very well. Because always, with each and step, someone is there with you. You can ask, at least if you are not able to ask immediately, at least the person is there. In my case also, PZA is there. I will be reaching out, but still I'm very sure he's there.
because we can't contact Shafi sir every now and then, he's there to contact us. That is it. So that confidence comes with each and every step. I do think it is very, very beneficial. In my case, it is, I have to say. Thank you so much, sir. Yes, you're welcome. Thank you so much for sharing your feedback, because it's really helpful and inspiring for many people, because there are a lot of people out there, they are not sure about, like, how it is going to help us. So that's what she was sharing. Rehanയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് രഹന ഒരു ട്രാൻസ്ലേറ്റ്. രഹന എൻ്റെ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും. ആദ്യം തന്നെ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഷി ആസ്ക്ഡ് മീ ലൈക്ക് 3-4 ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ദേ ടോക്ക്, ദ വേ ദേ ആസ്ക് ആൻഡ് ദ വേ ദേ എക്സ്പ്ലെയിൻ തിങ്സ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമ്മൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്, അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്ത പ്രകാരമാണെന്ന് വെച്ചാൽ പേഴ്സണലി ഒരാളെ നമ്മൾ അനലൈസ് ചെയ്തു. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ലൈക്ക് വി ക്യാൻ ഹെൽപ്പ് ദം റിയലി വെൽ. അപ്പൊ അവിടെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ബേസിക്കലി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി പറയുകയാണ് ഞാൻ. അതായത് ഒരു കോച്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. രഹന, ഷീ ഈസ് എ വെരി പെർഫോമിംഗ് പേഴ്സൺ ഇൻ ഹെർ ഫീൽഡ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, നല്ല കരിയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വൈ ദേ നീഡ് എ കോച്ച്? യെസ്, ദേ നീഡ് എ കോച്ച്. ബിക്കോസ് നമ്മൾ എല്ലാവരും നല്ല പെർഫോം ചെയ്താലും ഉഷാറായിട്ട് മുന്നോട്ട് പോയാലും പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഓഫ് ട്രാക്ക് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓവർവെൽമഡ് ആവാൻ സാധ്യതയുണ്ട്, ബേൺ ഔട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ സാധ്യത. അപ്പൊ നമുക്കൊരു ലൈക്ക് വെൻ വി ഗെറ്റ് എ പ്രോപ്പർ, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, മെന്റൽ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. വി നീഡ് എ മെന്റൽ സപ്പോർട്ട്. ആൻഡ് ദിസ് കോച്ചിങ് പ്രോഗ്രാം, നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് പ്രോഗ്രാം എന്ന് വെച്ചാൽ it's like protection. It's like we are protecting you like a, safeguarding you like a baby. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മളെ ട്രാക്കിലേക്ക്, നിങ്ങളെ കറക്റ്റ് ആക്കി ട്രാക്കിലേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്സുകളാണ്. ഇനി എനിക്ക് തോന്നുന്നു സുവൈന ഈസ് ആൾസോ വുഡ് ലൈക്ക് ടു ഷെയർ. സുവൈന, പ്ലീസ് ഷെയർ. യു ക്യാൻ ഷെയർ. പ്ലീസ് ഷെയർ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കി. കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയേണ്ടത്, അവര് ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടുന്ന, യൂട്യൂബിലായിട്ട് കേട്ട് അങ്ങനെ പരിചയമായിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ സെൽഫ് ലവ് കൊടുക്കണ്ടേ. എനിക്ക് അങ്ങനെ സെൽഫ് ലവ് ഇല്ല എന്നുള്ളത് അവര് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവരങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും എനിക്ക് അങ്ങനെ വരാറില്ല. അതാണ് എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത, എത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും അവര് പറഞ്ഞത് നമ്മൾ അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോ ഒന്നും കൂടെ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം കുറെ ഇതുപോലുള്ള ആളുകളുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ നമ്മളെ റിലേറ്റീവ്സും ഇവര് നമുക്ക് പറഞ്ഞു തന്നാലും അത് നമുക്ക് അവര് അങ്ങനെ ഉദ്ദേശിച്ച് പറയൊക്കെ, എന്നെ മോശമായിട്ട് കരുതിയിട്ട് പറയായിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഓരോ കേസസ് വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ക്ലാസ്സും ഇതൊക്കെ ചെയ്യുന്നപ്പോ സാറിനൊക്കെ ക്ലാസ്സും കാര്യങ്ങളും ഞാൻ യൂട്യൂബിലായിട്ടും ഇൻസ്റ്റഗ്രാമിലായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുമ്പോ ശരിയാണല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ തോന്നും ഇവരിതായിരിക്കില്ലേ പറഞ്ഞു തരണം, അങ്ങനെയാ ചിന്തിക്കുന്നത്. അല്ല, ഇവര് നേരിട്ട് പറയുമ്പോ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ ഇതുപോലെ ഒരു മെന്റർ ഉണ്ടെങ്കിൽ വളരെയധികം ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഈ മോർണിംഗ് ക്ലാസ് കേട്ടിട്ട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പക്ഷെ എങ്ങനെയാ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് കാശ് ചോദിക്കുന്നതെന്നൊക്കെ ആ ഒരു ഭയങ്കര ടെൻഷനിൽ നിന്ന്. പക്ഷെ ഞാൻ സാറിന്റെ അടുത്ത് ഒന്ന് ഒരു ഡൗട്ട് ചോദിച്ചു. സാർ അന്ന് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷണൽ ഒരു ഇത് തന്നപ്പോ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് കാശ് വരും. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നപ്പോ എൻ്റെ അടുത്ത് കാശ് വന്നു, എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അതുപോലെ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ ഈ അൺകണ്ടീഷണൽ ലവ് വരുന്നതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. എന്റെ മൈൻഡ് ഇങ്ങോട്ട് സമ്മതിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുമാണ്, പക്ഷെ കൂടുതലും സമ്മതിക്കാത്തതാണ്.
പക്ഷെ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ വിഷമങ്ങളായിരുന്നു ഞാൻ കൂടുതലും കണ്ണാടിയിൽ നോക്കി സംസാരിച്ചിരുന്നത്. ഇപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. കാരണം ഇതാ ശരിക്കും ഞാൻ എങ്ങനെയാണ് സെൽഫ് ലവ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ മെഡിറ്റേഷൻ ഭയങ്കര ഒരു ഫീലിംഗ്. ശരിക്കും നമ്മൾ പുറത്തുള്ള ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ ശരിയല്ല, അവർ ഭയങ്കര വിഷമല്ലേ എന്നാണ് പറഞ്ഞ് നമുക്ക് ചിലപ്പം കരച്ചിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ മിററിൽ നോക്കി ആ ആളുടെ ഓരോ ഏജിലുള്ള ആ ഒരു ഇതൊക്കെ കൊടുത്തു വരുമ്പോ ശരിക്കും അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലായത് നമ്മളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്യണത് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നു. ശരിക്കും ഈ ഒരു മെഡിറ്റേഷൻ, ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ എനിക്ക് കഴിഞ്ഞത് ഷാഫി സർ മുഖേനാണ്. വളരെയധികം താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുബൈന, ഇന്നലെ നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം അൺകണ്ടീഷണൽ ലവ് ആണല്ലോ. അത് ഇന്നലെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് കൂടിയല്ലേ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇത്രയും ഒരു ലെവലിലേക്ക് വരാനുള്ള റീസൺ? അത് ശരി തന്നെയാണ്. കാരണം നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ജസ്റ്റ് ഇത് മാത്രമാകുമ്പോ നമുക്ക് ഇത്രത്തോളം ഉള്ളിലേക്ക് കയറണം എന്നില്ല. നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നും അത് എങ്ങനെയൊക്കെ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അത് നൈറ്റിലാ ക്ലാസ്സും കേട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി, പിന്നെ മോർണിംഗ് തന്നെ പിന്നെ ഇത് തന്നെയാണ് കേൾക്കുമ്പോ നമ്മൾ ശരിക്കായിട്ട് ഉള്ളിലേക്ക് കയറി നല്ലൊരു വൈബ്രേഷൻ ആണ് ഉള്ളിൽ കൂടെ പോയത്. എനിക്ക് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സഹായമായത് ഷാഫി സാറാണ്. വെരി വെരി താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഐ നോ നമ്മുടെ കോഴ്സിലേക്ക് അപ്പൊ പലരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോഴ്സിന്റെ അടുത്ത ബാച്ച് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അടുത്ത ബാച്ചിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് നൈറ്റ് ക്ലാസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത് അല്ലെ അബി? അതെ, നമ്മുടെ ക്ലാസ് നടക്കും. നമുക്കൊരു കോഴ്സ് നടക്കുന്നുണ്ട്. 10 ദിവസത്തെ ഒരു കോഴ്സ് നടക്കും. 10 ദിവസമല്ല, ടോട്ടൽ 30 days ആണ്. അതിൽ 10 ദിവസത്തെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിലൂടെ നമ്മൾ എന്താ വെച്ചാൽ ഇൻ ഡെപ്ത് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ മൈൻഡിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ ഡെപ്തിലേക്കുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്ന രൂപത്തിലുള്ള മൈൻഡ് പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ 100 ഇരട്ടി റിസൾട്ട് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുക. കാരണം നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഫ്ലഡ്ജിലുള്ള ഒരു അവയർനെസ് ലഭിക്കുമ്പോഴാണ് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എന്താവുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. അഷ്നയ്ക്ക് ഷെയർ ചെയ്യാനുണ്ടോ അഷ്നയുടെ എക്സ്പീരിയൻസ്? ബിക്കോസ് ദേ ആർ ഓൾ എക്സൈറ്റഡ്. അവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്, അവരുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട്. അഷ്ന പറഞ്ഞോളൂ. അതെ, ഞാൻ പുറത്താണ് സർ. ഗുഡ് മോർണിംഗ്. അപ്പൊ എനിക്ക് കറക്റ്റ് വോയിസ് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ഞാനും ഭയങ്കര സങ്കടത്തോടുള്ള നിമിഷത്തിലാണ് സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വരണം, എനിക്കിങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് സാറോടുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ അത്രയും ഓരോ ക്ലാസ്സും ഭയങ്കര 7:30 ആവാൻ വെയിറ്റ് ചെയ്യലായിരുന്നു ഞങ്ങൾ കറക്റ്റ്. കാരണം മെഡിറ്റേഷന് രാവിലെ എഴുന്നേൽക്കാനും ആദ്യമൊക്കെ നേരം വൈകി എഴുന്നേൽക്കുന്ന ഞാനൊക്കെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും കറക്റ്റ് എഴുതാൻ തുടങ്ങി. പക്ഷെ അതിനുള്ള ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിക്കും ഈ ക്യാഷിന്റെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. 7000 ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ എങ്ങനെയാ സാറ് പറഞ്ഞ പോലെ ഞാൻ എഴുതി, എനിക്ക് ക്യാഷ് കിട്ടി. പക്ഷെ ആ എമൗണ്ടിനുള്ള ക്യാഷ് ഒന്നല്ല സാറ് തന്നെ. അത്രക്കും മനസ്സിനെ കൂളാക്കിയിട്ട് മൈൻഡ് അത്രക്ക് സെറ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്താൽ അത്രക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. ഇന്നലത്തെ അല്ലെങ്കിൽ ആ ക്ലാസ്സിന് ശേഷവും കൂടെ, ഇന്നലെ ലാസ്റ്റ് 3 days ഒരു ക്ലാസ്സിന് ശേഷമുള്ള ഇന്നീ ഒരു സെൽഫ് ലവ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അതെ, പൊതുവെ നമ്മളെ സ്നേഹിക്കാറില്ലല്ലോ. നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാറ്. എന്ത് മക്കൾക്ക്, ഹസ്ബൻഡിന് നമ്മളതായ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്തു കൊടുക്കാറില്ല. പക്ഷെ ഡെയിലി 1-1.5 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി ജീവിച്ചാൽ അതിനുള്ള മാറ്റം നമുക്ക് ഒരുപാട് ഉണ്ടാവും. നമ്മളിപ്പം പരാതികളും പരിഭവങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് സ്ത്രീകള്. പക്ഷെ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് സെൽഫ് ലവ് കൊടുക്കുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് അത്രക്ക് ആക്റ്റീവ് ആവാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ആദ്യമൊക്കെ പുറത്തു പോകുമ്പോൾ തനിച്ച് പുറത്തു പോകാനൊക്കെ പേടിയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ആരോടെ സംസാരിക്കാൻ പേടിയുള്ളവരുണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ എന്തിനും ഒരു സ്വയം ധൈര്യം വരും. നമ്മള് എന്താ പറയാ, ടോട്ടലി ചേഞ്ച് വരും. കുറഞ്ഞ ലൈഫല്ലേ, മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ നമ്മള് അറ്റാച്ച്മെന്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലെ? അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ച്, റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൊ നിങ്ങളുടെ ഒരു നമ്മുടെ അത് എത്ര കണ്ട് ഹെൽപ്ഫുൾ ആയി? അതായത് നമ്മളുടെ ഒരു ഫാമിലി ലൈഫ്,
എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നമ്മളുടെ അതിന്റെ ഒരു എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞത് ഒരു ശരിക്കും. മിനിറ്റ് സാറേ, ഞാൻ ഒന്ന് ബസ്സിക്കട്ടെ. യെസ്, ഹലോ, അറിയുതേർ. ഞാനിത് ചോദിക്കുന്നത് എന്താ അറിയാം, പലർക്കും അറിയില്ല നമ്മള് ഈ കോഴ്സ് എന്താണ്. ഞാൻ ഓഡിയബിൾ ആണോ? ഞാൻ ബസ്സിലാണ്. അത് നമുക്ക് പൊതുവെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ചിലവരോട് ദേഷ്യം വരാം, സ്വാഭാവികമായിട്ട് ഫാമിലി ഇഷ്യൂസ് വരാം. പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ മുന്നിൽ താഴാനൊന്നും ആഗ്രഹിക്കില്ല. കാരണം നമ്മളിപ്പം കുറ്റപ്പെടുത്തുന്ന പോലെ അല്ലേ എന്നുള്ളതിൽ എപ്പോഴും അവരോട് ദേഷ്യമായിരിക്കും. പക്ഷെ ഇന്നലേക്കുള്ള ക്ലാസ്സുകളിൽ നമ്മളെ മൈൻഡ് കുറെ സെറ്റായി. കാരണം ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ തന്നെ നമ്മളെ മൈൻഡ് ഓക്കെ. മറ്റേത് ഏത് സമയവും നമ്മളെ ചിന്തകളിൽ ഇങ്ങനെ തന്നെ വരിക, എന്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എനിക്കിങ്ങനെ പ്രശ്നമാണല്ലോ എന്നുള്ളേ. ഇതിപ്പോ നമ്മൾ സെൽഫ് ലവ് കൊടുത്ത് ഓരോ പാരന്റ്സിനോടുള്ളതും ഹസ്ബൻഡിനോടൊക്കെ ഉള്ള അറ്റാച്ച്മെന്റ് വന്ന് തുടങ്ങിയാല് നമ്മൾ ടോട്ടലി മാറും. നമ്മളെ മൈൻഡ് ടോട്ടലി മാറും. ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാല് എന്ത് കാര്യം സാർ പറഞ്ഞ ഓരോ കാര്യവും ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഏതായാലും അതിൻ്റെതായ റിസൾട്ട് ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് ടെൻഷനിലാണ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇന്ന് ഞാൻ കുറെ റിലാക്സ് ആണ്. എന്റെ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോന്ന് നിനക്ക് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവുന്നുള്ളത്. അത് സാറ് നമ്മളെ കൂടെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ റിസൾട്ട് ഇത്രയും അടിപൊളിയായത്. ഒരുപാട് താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇന്ന് സാറിന് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനി ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുണ്ടോ? ഇസ് ദർ എനിബഡി ഹു ലവ് ടു ഷെയർ? ഇതൊക്കെ ഇവർ തന്നെ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാണ്. ദർ ഈസ് ഹോപ്പ്. ഇവിടെ ഇരിക്കുന്ന പലരും എന്താ വെച്ചാൽ പല വിഷമത്തിലും പല പ്രയാസത്തിലൂടെ പല ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് അതിന്റെ ഡേറ്റ് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അറിയിക്കും ഉടൻ തന്നെ. അപ്പോ നിങ്ങൾ വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക. നെക്സ്റ്റ് 20-ാം തീയതിയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ആരെങ്കിലും ചോദിക്കാൻ എന്തോ ഷെയർ ചെയ്യാനുണ്ടോ? ഹലോ, ആരോ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഓക്കെ. അപ്പോൾ അംബുജാക്ഷൻ സാർ നമ്മുടെ ഓക്കെ, ശരി, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എനിവേ, അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, 8086880775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാനുള്ള മെസ്സേജ് എന്താ വെച്ചാൽ, ദർ ഈസ് ഹോപ്പ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. എനിക്കിന്ന് സംസാരിക്കാനുള്ള ഒരു വിഷയം അതാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. നമ്മളിൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കിട്ടിയിട്ടുള്ളത്. നിത്യ ഇവിടെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കുറേശ്ശെ അറിവുകൾ കിട്ടും. പല ബുക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പല വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, പല സംഗതികളും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, നമ്മളുടെ ഒരു ലൈഫിൽ നമുക്ക് ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിന്റെ റോള് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെന്ററുടെ അല്ലെങ്കിൽ ഒരു കോച്ചിന്റെ, ഒരു ട്രെയിനറുടെ ഒക്കെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളൊക്കെ എങ്ങനെ നടക്കാൻ പഠിച്ചത്? നമ്മൾ ഒറ്റയ്ക്കല്ല നടക്കാൻ പഠിച്ചത്. നമ്മുടെ ലൈഫിൽ ഏത് വിന്നിങ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. എല്ലാ ക്ലാസ്സുകളിലും പറയും നമ്മൾ തന്നെ നമ്മളെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസ് കിട്ടാനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വേറൊരാളുടെ ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണ്, അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഹെൽപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ലഭിക്കണം. അതായത് സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രമപ്രകാരം ലഭിക്കണം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന്റെ ഡെപ്തിൽ നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോഴാണ് എന്താ വെച്ചാൽ ശരിക്കും നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിലെ ഗ്രോത്ത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബിസിനസ്സിലെ ഗ്രോത്ത് ആയിക്കോട്ടെ, അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഗ്രോത്ത് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, അതിന് ഡെപ്തിൽ നിങ്ങൾ
ഇറങ്ങിച്ചെന്ന് പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് കൈ പിടിച്ച് നമ്മളെ കുഞ്ഞുനാള് നമ്മൾ കൈ പിടിച്ച് നടത്തിയതാണ് നമുക്ക് കൈ പിടിക്കാൻ ഒരാൾ വേണം. ആ കൈ പിടിക്കുന്നതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ രഹന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ്. പലപ്പോഴും നമ്മളിൽ അധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ അല്ലെ? നമ്മൾ അധികം ആൾക്കാരുടെ ഒന്ന് യെസ് ഓർ നോ പറയണേ. നമ്മുടെ അധികം ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പലതും ചെയ്യുമെങ്കിൽ പോലും ചെയ്ത് പരാജയപ്പെട്ടു. നമ്മൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുമ്പോൾ പല പരാജയങ്ങളും നേരിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു സാധനമാണ് സെൽഫ് ഡൗട്ട്. ഇനി എനിക്ക് നന്നാകാൻ കഴിയും. എത്ര ക്ലാസ് ഞാൻ കേട്ടതാ, എത്ര വീഡിയോസ് ഞാൻ കണ്ടതാ, എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തതാ, എനിക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ഇങ്ങനെ ഒരു തിങ്കിങ് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ശരിയല്ലേ? ലൈക്ക് നമ്മളിങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ ടയർഡായി പോകും. വി ഗെറ്റ് എക്സോസ്റ്റഡ്, വി ഗെറ്റ് ബേൺ ഔട്ട്. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് നമ്മളോട് തോന്നി ഇനി എനിക്ക് നടക്കില്ല, എന്തപ്പോ ചെയ്യുക. അവിടെയാണ് ഒരു കോച്ച് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കൈ പിടിക്കാനുണ്ട് എങ്കിൽ, നമ്മളെ കൂടെ എന്താ പറയാ ഇങ്ങനെ കൈപിടിച്ച് ആനയിക്കാനുണ്ട് എങ്കിൽ, ആൻഡ് ദാറ്റ്സ് വേർ എന്ത് നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഗ്രോ ചെയ്യുന്ന, നല്ല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു ഫാമിലിയാണ്. യു കം ഹിയർ, ജോയിൻ ദ ഫാമിലി. ആ ഫാമിലിയിലേക്ക് എത്തിയാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, അപ്പോൾ അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമിൽ എന്താ വെച്ചാൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പേഴ്സണൽ ആയിട്ട് ഒരു കോച്ച് നിങ്ങൾക്ക് തരും, നിങ്ങളെ കൈപിടിച്ച് നോക്കാനായിട്ട് ഒരാൾ, നിങ്ങളെ നോക്കാനായിട്ട്, നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് ഒരാൾ. അവർ നിങ്ങളെ വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ ചോദിക്കും. പ്ലസ് ഇതിനൊക്കെ പുറമെ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്ത് പതിയെ നിങ്ങളെ ട്രാക്കിലേക്കാക്കി നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ച് അങ്ങ് റെഡിയാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങ് നടന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാം ചെയ്തു നോക്കും, പാതി വഴി അശ്ന പറയുന്നു, നമ്മളെല്ലാം ചെയ്തു നോക്കും, പക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിക്കും. ഇങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തോളും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 30 ദിവസത്തെ കോച്ചിങ് അല്ലെങ്കിൽ 10 ദിവസത്തെ കോച്ചിങ് എന്നുള്ളതല്ല. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്നതാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം വെൽക്കമിങ് യു. അപ്പൊ അടുത്ത ബാച്ചിലേക്ക് എന്ന് വേണ്ട വെച്ചുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ബന്ധപ്പെടണം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് കമ്പാഷൻ വേണം, സ്നേഹം വേണം, സപ്പോർട്ട് വേണം, നമുക്ക് വേണം. നമുക്ക് എന്താ വെച്ചാൽ എല്ലാം ചെയ്യും പിന്നെയും മടി. അതെ, എല്ലാം ചെയ്യും പിന്നെയും മടി വരുന്നത് കൊണ്ട്, ആ മടി വരുന്ന സമയത്ത് സാരമില്ല, എണീക്കുക, നമുക്ക് ചെയ്യാം, നമുക്ക് റെഡിയാക്കാം എന്ന് പറയാൻ ഒരാളില്ലാത്തതുകൊണ്ടല്ലേ? യെസ് ഓർ നോ? നമുക്ക് ചെയ്യാം, നമുക്ക് റെഡിയാക്കാം എന്ന് പറയാൻ ഒരാൾ. നമുക്ക് വേണ്ടത് ഒരു സേഫ് സ്പേസ് ആണ്. നമ്മളൊക്കെ അത്രയ്ക്കും ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്, അത്രയ്ക്കും പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, അത്രയ്ക്കും വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. വി ഓൾ നീഡ് എ സേഫ് സ്പേസ്. ഒരു സേഫ് സ്പേസ് നമുക്ക് വേണം. സേഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷാ കവചം പോലെ നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മളൊന്ന് സംരക്ഷിക്കാൻ, നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ, നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളൊന്ന് നല്ല രീതിയിലേക്ക് കറക്റ്റാക്കി ട്രാക്കിൽ കൊണ്ടുപോകാൻ. എന്തിനാ നമ്മൾ 10-15 വർഷത്തോളം സ്കൂളിൽ പറഞ്ഞയക്കുന്നത്, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പറഞ്ഞയക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് എന്തിനാ അധ്യാപകർ? നമ്മുടെ സേഫ് സ്പേസ് ആണ്. ഈ സ്കൂളിൽ നിങ്ങൾ പോകാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ സേഫ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ സേഫ് സ്പേസ് നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ആ സേഫ് സ്പേസ് എന്ത് ചെയ്യണം, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടണം. യെസ് ഓർ നോ? അപ്പോ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ഒരു സേഫ് സ്പേസിൽ നമ്മൾ നല്ല രീതിയിലേക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യന് ആവശ്യമാണ്. കാരണം ഒറ്റയ്ക്ക് മനുഷ്യൻ വീക്കാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മനുഷ്യൻ വളരെ വീക്കാണ്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. നമ്മളിൽ അധികം ആൾക്കാർക്കും, ചിലർക്ക് എന്താ വെച്ചാൽ ADHD പ്രശ്നം ഉണ്ടാവാം, ചിലർക്ക് ADD പ്രശ്നം ഉണ്ടാവാം, ചിലർക്ക് RSD പ്രശ്നം ഉണ്ടാവാം. ഇതൊക്കെ ഓരോ പേഴ്സണാലിറ്റി നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ മൂലം, നമുക്കുണ്ടായിട്ടുള്ള ട്രോമകൾ മൂലം നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥകളാണ്. അത് സയൻസിൽ അതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും, അല്ലെങ്കിൽ ചില സംഗതികൾ പറയും. എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ക്ലിയർ ആകാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്കാരും തെറാപ്പി ചെയ്തു തരാനില്ല, നമുക്കാരും എന്താ വെച്ചാൽ ഹെൽപ്പ് ചെയ്തു തരാനില്ല, നമുക്കാരും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരാനില്ല. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രീതിയിലുള്ള അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ, നിങ്ങളെന്ന് ഹീല് ചെയ്യാൻ, നിങ്ങളെന്ന് സാന്ത്വനത്തോട് കൂടിയിട്ട് ചേർത്ത് പിടിച്ച്, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട്, സാരമില്ല, ദർ ഇസ് നത്തിങ് റോങ് വിത്ത് യു, നിങ്ങളിലല്ല കുഴപ്പം,
നിങ്ങളെന്ന് പറയുന്നത് പ്യുവർ സോൾ ആണ്. നിങ്ങളെന്ന് പറയുന്നത് നല്ല മനസ്സിനുടമയാണ്. നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം നല്ലതാണ്. എസ്വർണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, എസ്വർണം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശം ഒന്നല്ലേ, നല്ലതല്ലേ? എസ്വർണം. നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. പ്രോബ്ലം എന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, നമുക്ക് പറ്റുന്നില്ല. അതിന്റെ റീസൺ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരുപാട് പെയിന്, ഒരുപാട് വിഷമം, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് കിട്ടി. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെയൊക്കെ ഫാമിലി വിചാരിച്ചത് അച്ഛൻ അമ്മ നമുക്ക് ഭക്ഷണവും അല്ലെങ്കിൽ ഒരു പാർപ്പിടവും സൗകര്യങ്ങളും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആവുന്നില്ല. ഇല്ല, നമുക്കൊക്കെ അതിന്റെ കൂടെ അവരറിയാതെ, അവര് പോലും ഇരകളുടെ ഇരകളാണ്. നമ്മൾ ഇരകളുടെ ഇരകളാണ്. അവര് ഇരകളാക്കപ്പെട്ടതാണ്. അതായത് അവർക്ക് പോലും പ്രോപ്പർ ആയിട്ടുള്ള പാരന്റിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ടോ ഗൈഡൻസോ കാര്യങ്ങളോ പ്രൊട്ടക്ഷനോ പാരന്റിങ്ങോ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എന്താ പറയാ, ഒരു വളർത്തേണ്ട രീതിയിൽ, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല നമുക്കൊന്നും കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താ വെച്ചാല് ആ സംഗതികൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് എന്താ വെച്ചാൽ അത് നമുക്ക് വീണ്ടും ആവശ്യമാണ്. വി നീഡ് ഗൈഡൻസ്. അത് അവിടെ കുറെ മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരിതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസമില്ല, അവരതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് അവരുടെ ക്യാരക്ടർ, അവരുടെ സാഹചര്യം. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. സ്നേഹം അവരുടെ മനസ്സിലുണ്ട്, അവർ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനിടയിൽ അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത്, അവർക്ക് വിഷമം വരുന്ന സമയത്ത്, അവർക്ക് പ്രയാസം വന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത ചില കാര്യങ്ങളിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്, അവരുടെ ട്രോമകൾ നമുക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ട്രോമ ഉള്ളത് കൊണ്ട് ആ ട്രോമ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്തപ്പോൾ അത് നമ്മളിലേക്ക് വരികയും അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ അധ്യാപകരും അധികം ആൾക്കാരും പല ട്രോമകളും ഉള്ളവരായിരുന്നു. നമ്മുടെ അധ്യാപകർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്? അവരൊരു TTC കോഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ മറ്റുള്ള കോഴ്സുകളൊക്കെ, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്, BEd കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നവരാണ്. പക്ഷെ അവരെത്ര പേര് ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്? അവരെത്ര പേരെന്താ വെച്ചാൽ കുട്ടികളെ മാനേജ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമം പിടിക്കുമ്പോൾ, ഒരു ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? അവരെങ്ങനെയാണ് അധ്യാപകർ, അവരുടെയൊക്കെ ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവർക്ക് എത്ര കണ്ട് കമ്പാഷനെ കുറിച്ച് അറിയാം, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയാം, അവർക്ക് എത്ര കണ്ട് കോച്ചിങ് കിട്ടിയിട്ടുണ്ട്, അവർക്കൊക്കെ സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ എത്ര കണ്ട് ആഴത്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് സ്വയം ഹീൽ ചെയ്ത അധ്യാപകർ എത്ര പേരുണ്ട്? അധ്യാപകർ സ്വയം ഹീൽ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരുടെ അവരുടെ മുൻപിൽ വരുന്ന കുട്ടികളെ ഗൈഡ് ചെയ്യുമ്പോൾ. നമ്മൾക്കൊക്കെ സംഭവിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന അധ്യാപകരായിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കൾ, പിന്നെ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വളർന്ന ചുറ്റുപാടുകളാണ് നമ്മളുടെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ക്യാരക്ടറിന്റെ സ്ക്രിപ്റ്റ്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ക്രിപ്റ്റ്, നമ്മുടെ ബിഹേവിയറിന്റെ സ്ക്രിപ്റ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ സ്ക്രിപ്റ്റ്, നമ്മുടെ ബിലീഫിന്റെ സ്ക്രിപ്റ്റ്. എന്തൊക്കെയാണ്? നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ ബിഹേവിയറിന്റെ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ സ്ക്രിപ്റ്റ് അവരാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ പ്രോഗ്രാമിംഗ് നടന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, അതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ നമ്മളുടെ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാട്, അതേപോലെ തന്നെ നമ്മളുടെ ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം അവരാണ് എന്താ വെച്ചാല് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് അതിനെന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാൻ, പ്രോപ്പർ ആയിട്ടുള്ള കറക്ഷൻസ് വരുത്തണം. ആ കറക്ഷൻസ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. കോഴ്സിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. യു ഷുഡ് കം ആൻഡ് ജോയിൻ. എല്ലാവരും വരണം. അടുത്ത ബാച്ചിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷനോട് കൂടിയിട്ട്, കെയറിങ്ങോട് കൂടിയിട്ട് ആ ഒരു നോളജ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാരിറ്റി വരും. ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അതിൽ അഡ്രസ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അതിൽ അഡ്രസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോളജ് എന്ന് പറയുന്നത് നമ്മളുടെ അഷ്റഫ് CP പറയുന്നു ഫ്രീ കോഴ്സ് ആകുമ്പോൾ പാതി ഇട്ട് പോകും. അതിന് ഫ്രീ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാകുമ്പോൾ എന്നാണ് തോന്നുന്നത്. അത് ചെറുതായാൽ പോലും. വെരി ഗുഡ്, താങ്ക് യു. എനിവേ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സംഗതി, നമ്മളിലധികം ആൾക്ക് എത്ര പേർക്ക് ഫാമിലി ലൈഫിൽ, സ്വന്തം എന്താ പറയുക, ഫാമിലി ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ, സ്വന്തം ജീവിത പങ്കാളിയോട്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? ബിസിനസ് പ്രോഗ്രസ് ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മളുടെ ഫാമിലിയിലായിരിക്കും, അല്ലെ, നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ ബന്ധങ്ങളിൽ വരുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്കും ഭയങ്കര സ്ട്രഗിളിങ് ആണ്. ആൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്ന ആൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രയാസമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ക്ലിയർ ആണോ പറയുന്നത്? നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു പ്രയാസമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഗതിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹീൽ ചെയ്യണം പറ്റും. പക്ഷെ നമ്മളെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹീലിംഗ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അവിടെയാണ് ഇതിന്റെ ഇന്നലെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം. അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. 3 ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. ഒരു ടൈപ്പ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്. മറ്റൊരു ടൈപ്പ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്. പിന്നീടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഇത് 3ഉം നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഈ ഒരു സ്റ്റൈൽ ഉള്ളത് കൊണ്ടുള്ള പ്രോബ്ലംസ് എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇതിൽ ഏത് സ്റ്റൈലുള്ള ആളാണ്, അതേപോലെ എൻ്റെ ലൈഫ് പാർട്ണർ ഇതിൽ ഏത് സ്റ്റൈലുള്ള ആളാണ്, അതേപോലെ എനിക്കിത് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും, എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്തുന്നതോട് കൂടിയിട്ട് അവോയ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലും പ്രശ്നമാണ്, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് സ്റ്റൈലും പ്രശ്നമാണ്. സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് എത്തണം നമ്മൾ. അതിന് വി ഹാവ് ടു വർക്ക് ഓൺ. ഇതിന് ആക്ച്വലി റിലേഷൻഷിപ്പിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഹണിമൂൺ പീരീഡാണ്. ഈ ഹണിമൂൺ പീരീഡ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സ്റ്റേജാണ്. ആ ഹണിമൂൺ പീരീഡിന് ശേഷം എന്താ പറയുക, ഒരു സെക്കൻഡ് ഫേസ് ഉണ്ട്. ആ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ അവിടെയാണ് എന്താ വെച്ചാൽ ഹണിമൂൺ പീരീഡ് കഴിയുന്ന ഫേസ് ആണ് സെക്കൻഡ് ഫേസ്. അവിടെയാണ് യഥാർത്ഥത്തിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ട്രോമ പുറത്ത് ചാടുന്നത് എപ്പോഴാണ്. കാരണം നമ്മൾ ഈ ട്രോമ എപ്പോഴാണ് പുറത്തേക്ക് വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളാവുക. അപ്പോൾ നമ്മുടെ ഒരു ഹണിമൂൺ പീരീഡിൽ പലപ്പോഴും എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുമായിട്ട് നല്ല രീതിയിൽ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ജീവിത പങ്കാളിയായിട്ടാണ് പ്രത്യേകിച്ച് ആ ഹണിമൂൺ പീരീഡിൽ നല്ല രീതിയിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലേക്ക് ഇങ്ങനെ പോകുന്ന ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോർമോൺ ഷിഫ്റ്റ് സംഭവിക്കും. ആ ഹോർമോൺ ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹണിമൂൺ പീരീഡിൽ പലപ്പോഴും ഡോപ്പമീൻ ആണ് നമ്മളെ നയിക്കുന്നത്, ഹോർമോൺസ് ആണ് നമ്മൾ നയിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല വാക്കുകൾ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രം, അല്ലേ, നല്ല റെസ്പെക്ട് ഉണ്ടാകും, നല്ല കാര്യങ്ങൾ പറയും, ശരിയല്ലേ? എസ് നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന, നല്ല റെസ്പെക്റ്റോട് കൂടി നല്ല പരിഗണന. പക്ഷെ അത് ഫേക്ക് ആണ് ആക്ച്വലി. അത് ഹോർമോണിന്റെ ഒരു സംഗതിയാണ്, കളിയാണ്. ട്രൂ ലവ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ട്രൂ ലവ് എന്ന് പറയുന്ന സംഗതി അല്ല അപ്പോൾ ഉള്ളത് ഒരു ഇൻഫാച്വേഷൻ ആണ്. പുതിയ ഒരാളെ കിട്ടിയതിന്റെ സന്തോഷം, പുതിയൊരു ജീവിതം കിട്ടിയതിന്റെ സന്തോഷം, അതിന്റെ എക്സൈറ്റ്മെന്റ്, പുതിയൊരു, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങുന്ന പീരീഡിലേക്ക് എത്തുകയാണ്. യെസ് ഓർ നോ? അപ്പൊ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന പീരീഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ആഗ്രഹങ്ങളും സംഗതികളും ഒക്കെ നമ്മൾ പറയില്ലേ ഭയങ്കര പൊന്നാരയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. they are like, we are like, that much very sweet to each other. പക്ഷെ അതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് അല്ല, അതൊരിക്കലും എന്തല്ല, റിയലിസ്റ്റിക് അല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ആ ഒരു ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും കുറെ കാലം ആളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ പതിയെ അയാളുടെ യഥാർത്ഥ സ്വഭാവ പ്രകടനങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. അത് അദ്ദേഹത്തിന്റെ ചില മധുവിധു എന്ന് പറയുന്ന സമയം, ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, മധുവിധു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ആക്ച്വലി പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം അപ്പോഴാണ് ട്രോമ ട്രിഗറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രോമകൾ ട്രിഗർ ചെയ്യുന്നത് അപ്പോഴാണ്. ആ ലൈഫ് പാർട്ണർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് മറ്റേയാൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് പറയാൻ തുടങ്ങും. കാരണം ആദ്യ സമയങ്ങളിലൊക്കെ അത് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് നിൽക്കുകയാണ്. കാരണം അത് സഹിച്ച് ഇഗ്നോർ ചെയ്ത് നിൽക്കാനുള്ള കാരണം വേറെ കുറെ സ്വീറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, നല്ല രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നത് കൊണ്ട് എന്തുണ്ട്,
അത് കാണാൻ നമുക്ക് ഈ പറഞ്ഞ തെറ്റുകളും കുറവുകളൊക്കെ നമുക്ക് കുറവുകൾ കാണാനും ക്ഷമിക്കാനും ഒക്കെ പറ്റും. അപ്പൊ തുടക്കത്തിൽ നമുക്ക് ക്ഷമിക്കുന്നതിനും കാണുന്നതിനും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതന്നെ ആവർത്തിക്കുമ്പോൾ നമുക്കത് പ്രശ്നമായി മാറും. പിന്നെ നമ്മളുടെ ഹോർമോണിലും എന്താണ്, നമുക്കത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന സ്റ്റേജ് ആണ് തുടക്കത്തിലുള്ള സ്റ്റേജ്. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല എന്നുള്ളത്, നെഗറ്റീവായ കാര്യങ്ങൾ കാണാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റും സംഗതികളും മാത്രം കാണുന്ന സ്റ്റേജാണ്. അപ്പൊ അത് പുതിയ ഏതൊരു കാര്യം കിട്ടുമ്പോഴും വരുന്നൊരു സംഗതിയാണ് ഡോപ്പമൈൻ റിലീസ്. പക്ഷെ ഇതൊക്കെ സ്റ്റോപ്പ് ആകുന്ന ഒരു സ്റ്റേജ് എത്തും. കാരണം ഒരുപാട് കാലം ആളുകൾ ജീവിക്കുമ്പോൾ പതിയെ ഇത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ഒരു ഹോർമോൺ എഫക്ട് സ്റ്റോപ്പ് ആവുന്നതോടുകൂടി പോസിറ്റിവിറ്റി മാത്രം കാണുന്ന, നെഗറ്റിവിറ്റി കാണുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് നെഗറ്റിവിറ്റി കാണുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങും. ഈ നെഗറ്റിവിറ്റി കാണുമ്പോൾ അത് നമുക്ക് ട്രിഗർ ആവും. അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ ഒരുപാട് തവണകൾ സംഭവിക്കുമ്പോൾ ആ ട്രിഗറിങ് ഒരു ട്രിഗറിങ് ഓക്കെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. 2 ട്രിഗറിങ് ഓക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഒരു 3, 4, 50, 10, 50, 100 തവണയൊക്കെ ട്രിഗർ ചെയ്യുമ്പോൾ അത് പിന്നെ നമുക്ക് സഹിക്കില്ല. കാരണം അപ്പോഴേക്കും നമ്മൾ എന്താകും, നമ്മുടെ ട്രോമ നന്നായിട്ട് ഇളകി തുടങ്ങും. ഈ ഇളകി തുടങ്ങുമ്പോൾ ഈ ട്രോമ ഇളകുന്ന അടുത്താണ് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പുറത്തു വരും. ആ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരാൾ എന്താവും നേരെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളായി മാറും. മറ്റൊരാൾ എന്താകും പ്രശ്നങ്ങളിൽ ഒളിച്ചോടുന്ന, ഇത് എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലിഞ്ചി ആയിട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി മാറും. അപ്പൊ ഇത് മാറുന്നതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ആ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാതെ സ്റ്റേജ് 2 വർഷങ്ങളോളം അൺഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, മക്കളെ ഓർത്തിട്ട്. 2 പേരും ഇതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഓക്കെ, ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ലൈഫിൽ ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് എനിക്ക് പ്രശ്നങ്ങളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട് ഫുൾഫിൽ ആയിട്ട് നയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് അറിയാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരങ്ങളുണ്ട്, വഴികളുണ്ട്. ആ വഴികളിലേക്ക് നമ്മൾ എന്താണ് ട്രാൻസ്ഫോം ചെയ്തിട്ട് മാറി വരാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് പെരുമാറുന്ന രീതിയിലാണെങ്കിലും അവരിൽ ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ആൻസൈറ്റി അറ്റാച്ച്മെന്റോ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റോ ഒന്നും വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, അതൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മളെ കുറെ ചെയ്തെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സ്നേഹത്തിൽ വിശ്വാസം വരുന്ന, ഫിയർ കയറാത്ത, നല്ല രീതിയിലേക്ക് സപ്പോർട്ടീവ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലേക്ക് അവസ്ഥകൾ വരണം. അങ്ങനെ വരുമ്പോഴാണെന്ന് വെച്ചാൽ നല്ല രീതിയിലേക്കുള്ള ഒരു ഫാമിലി ലൈഫ്, ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം പല ആൾക്കാർക്കും അവരുടെ ലൈഫിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടോ കെയറിങ്ങോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ സേഫ്റ്റിയോ ഗൈഡൻസോ കോച്ചിങ്ങോ പാരന്റിങ്ങോ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പഠിക്കണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. വി ഹാവ് ടു വർക്ക് ഓൺ അവർസെൽസ്. ട്രോമ ഹീലിംഗ് മുതൽ നമ്മൾ ട്രോമ ഹീൽ ചെയ്ത് നമ്മുടെ ലൈഫിൽ ആ ഒരു പ്രോബ്ലംസിനെ പ്രോപ്പറായിട്ട് ഡെപ്തിൽ ഹീൽ ചെയ്ത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തി, അതായത് 0 to 8 years വരെയുള്ള ഏജിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലുള്ള ഹീലിംഗ് നമ്മൾ നടത്തുക. ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹെൽത്ത് ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ മാത്രം പോരാ, അതിനപ്പുറത്തേക്കുള്ള ഒരു അവയർനെസ് വേണം. ഈ മെഡിറ്റേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ടച്ച് ചെയ്യും. ഇന്നിപ്പോ കണ്ടില്ലേ, ജുവൈനൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ട്, അങ്ങ് ടച്ച് ചെയ്തു എന്നാ പറഞ്ഞു, ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ ആ ടച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ആദ്യം കിട്ടിയത് കൊണ്ടാണ്, കോഴ്സിൽ വന്നത് കൊണ്ടാണ് കിട്ടിയത്. ആ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യണതെന്ന് ആദ്യം പഠിപ്പിച്ചു. എന്താണ് മൈൻഡ് എന്ന് പഠിപ്പിച്ചു. നമ്മൾ ഈ ഒരു കോഴ്സിൽ കഴിഞ്ഞ 10 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അതിൽ 5 ദിവസമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് മാത്രമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ എന്താണ് റൈറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് പഠിപ്പിച്ചു. അതിനുശേഷം നമ്മൾ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ എന്താണ് മൈൻഡ്, എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ മൈൻഡിന്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ എന്താണ്, മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതിന്റെ ലാംഗ്വേജ് എന്താണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ട്.
ആ സൈക്കോളജി മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റ്സ് എന്താണ്, അതിന്റെ റിസോഴ്സസ് എന്തൊക്കെയാണ്, മൈൻഡിന്റെ റിസോഴ്സസ് എന്തൊക്കെയാണ്, നമ്മളിൽ നിന്നുള്ള കഴിവുകൾ എങ്ങനെ പുറത്തു കൊണ്ടുവരാം. ആ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സുപ്രീം സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണമെന്നും ആ സുപ്രീം സ്റ്റേറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിലുള്ള ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യണമെന്നും ആ ഇംപ്യൂരിറ്റീസ് എന്താണ് എന്നുള്ളത് പഠിക്കുകയും ആ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സ്റ്റെപ്പുകൾ അതിലൂടെ നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, നമുക്കുണ്ടാക്കുന്ന ചേഞ്ച് ഇതിനെക്കുറിച്ച് പറയുകയും അത് നമ്മൾ ഡെപ്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ എടുത്തിട്ട് ഡെപ്തിലേക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് പോവാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ആ അവയർനെസ് കയറണം. അത്രയും അവയർനെസ് ഉള്ളിലേക്ക് കയറുമ്പോൾ പിന്നെ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഇറ്റ്സ് സോ പവർഫുൾ. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം അത് എന്താണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യകാരണങ്ങൾ ലോജിക്കലി നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഫ്ലഡ്ജിൽ ഫീൽ ചെയ്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ഷിഫ്റ്റ് യു ലൈക്ക് എനിത്തിങ്. അതാണ് അവരാ സംസാരിച്ച ഒരു എക്സൈറ്റ്മെന്റ് കണ്ടില്ലേ, അവർ സംസാരിച്ച ഒരു ക്ലാരിറ്റി കണ്ടില്ലേ. എവറിബഡി കം ആൻഡ് ജോയിൻ, ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ അടുത്ത ബാച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് അത്രയും ഡെപ്തിലേക്ക് കൊണ്ടുപോകാനും അത്രയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും ഗൈഡൻസും അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഒരു കോഴ്സായിട്ട് വേറെ വരുന്നുണ്ട് കേട്ടോ. അത് ഒരു 1 full day കോഴ്സായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ റെഡി ടു അറ്റൻഡ്, അതിന്റെ ഡേറ്റും കൂടെ നമ്മൾ അനൗൺസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡ് പവർ കോഴ്സിന്റെ ഫീ വരുന്നത് 10 ദിവസത്തെ ഈ ഒരു കോഴ്സിന്റെ ഫീ വരുന്നത് ടോട്ടൽ 30 days ഉണ്ട്. 21 ദിവസം നിങ്ങൾക്ക് പേഴ്സണൽ കോച്ചിങ് കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം 10 ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ ക്ലാസ്സിലാണ്. പതിയെ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യും, PCA കോച്ചിങ് സപ്പോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ദെൻ ക്ലാസ്സിന് ശേഷം PCA കോച്ചിങ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് പോകുന്നത്. ടോട്ടൽ 30 days ക്ലാസ്സിന്റെ ഇതിന് വരുന്നത് എന്ന് വെച്ചാൽ 10,000 rupees ആണ് അതിന്റെ ആക്ച്വൽ ഫീസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ അതിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 7,000 rupees ആണ് അതിന്റെ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസ് ശരിക്ക്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബാച്ചിനും കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ചില ആൾക്കാർ ഡിമാൻഡ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ ഈ ബാച്ചിനും കൂടെ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കം ആൻഡ് ജോയിൻ. ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വരിക, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 7,000 rupees ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അത്രയും 30 days ഒരു കോച്ചിങ് സപ്പോർട്ടും കാര്യങ്ങളായിട്ട് നിങ്ങളെ ഹീൽ ചെയ്ത് നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് ജേണി നമ്മൾ അതിൽ EFT എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ അതൊക്കെ നിങ്ങൾ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, ഉള്ളിൽ സംഭവിപ്പിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്സ് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഗോളുകൾ ഓരോ ഏരിയാസിലും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ വെച്ചാൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ, ട്രോമ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ കോഴ്സിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെപ്തിലുള്ള ഒരു ക്ലാരിറ്റിയാണ്. നമുക്ക് എന്താണ് ഇനി എന്റെ ഫ്യൂച്ചർ, ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഞാൻ എങ്ങനെ പോകണം, എവിടേക്ക് പോകണം, എന്തൊക്കെ ഞാൻ എഴുതി വെക്കണം. അപ്പൊ ആ ഗോൾ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് വരും. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടൂളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വെച്ചാൽ ആ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്താണ്, അതിന് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എന്താണ്, മെത്തേഡുകൾ എന്താണ്, ഇതും കൂടെ നമ്മൾ പഠിപ്പിക്കും. സോ ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ എന്ന് പറയുന്ന ആ കോഴ്സ് ഡെപ്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ലൈഫ് പ്ലാനിങ് കോഴ്സാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ, ലൈഫ് ചേഞ്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ്. Come and join and experience the transformation and it will change your life. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. ആ നമ്പർ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാവോ? ഐ ഹോപ്പ് ടീം മെമ്പേഴ്സ് ഈസ് ഹിയർ. ഞാൻ ഇവിടെ ഒന്നുകൂടെ കമന്റ് ചെയ്യാം. 8086880775 ഇതാണ് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക കേട്ടോ. ഈ നമ്പറിൽ ബന്ധപ്പെടുക. എന്നിട്ട് എന്താ വെച്ചാൽ അടുത്ത ബാച്ചിനെ കുറിച്ച് അന്വേഷിക്കുക. അതിന്റെ ഡേറ്റ്സും കാര്യങ്ങളും സംഗതികളൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്, ലെറ്റ്സ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. അപ്പൊ മറക്കരുത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ഇതൊരു അവസരമാകട്ടെ. പിന്നെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ വി ഓൾ നീഡ് ലവ്. സ്നേഹത്തിലൂടെ നമ്മൾ സ്നേഹമാണ്, നമുക്ക് വേണ്ടത് സ്നേഹമാണ്.
നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പരിചരണത്തിലൂടെ, സപ്പോർട്ടിലൂടെ, കെയറിങ്ങിലൂടെ, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ, ഒരു പ്രൊട്ടക്ഷനിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാം. അതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു സേഫ് സ്പേസ്. നിങ്ങൾക്കും മാറാം, നിങ്ങൾക്കും റെഡി ആവാം, എനിക്കും പറ്റും, എനിക്കും വേണം, എനിക്കും അങ്ങനെ ഒരു തിങ്കിങ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ടത് അതാണ്. നമുക്ക് കിട്ടാതെ പോയതാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കിട്ടാതെ പോയത് കിട്ടിയിട്ട് നമ്മൾക്ക് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടി, ഗൈഡൻസ് തന്ന് നല്ല രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. മൈൻഡ് ആൻഡ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആ ഗോൾ സെറ്റിംഗ് വരുമ്പോൾ അതിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ബിസിനസിന്റെ പ്രോഗ്രാം വേറെ തന്നെ വരുന്നുണ്ട്, അതും വരും. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആദ്യം നിങ്ങൾ എന്താ വെച്ചാൽ മൈൻഡിന്റെ ചെയ്യാം. ബേസ് ഇതാണ്. മൈൻഡിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ, കാരണം നമ്മളുടെ ബിസിനസ് വളരുന്നത് നമ്മൾ എത്ര കണ്ട് വളർന്നു, നമ്മൾ എത്ര കണ്ട് ക്ലിയർ ആയി, നമ്മൾ എത്ര കണ്ട് ഡിസിപ്ലിൻ ആയി, നമ്മൾ എത്ര കണ്ട് ഉഷാറായി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ബിസിനസ്സുകാരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലി ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്കൊരു ബിസിനസ് കൺസൾട്ടിങ് റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. കോട്ടയത്ത് നിന്നാണ് ഒരാൾ, ആലുവയിൽ നിന്ന്. അദ്ദേഹത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം എത്ര പേയ്മെന്റ് തരാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് പേഴ്സണൽ മെന്ററായിട്ട് കൂടെ പോകണമെന്ന്. അതേപോലെ ഫറൂഖ് കോളേജിന്റെ ആ ഭാഗത്തു നിന്നുള്ള, കാലിക്കറ്റിൽ നിന്നുള്ള ഒരാൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലയിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ടൈം ഷെഡ്യൂൾ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇവരൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വി നീഡ്, അവർക്കൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ് മാൻമാരാണ്, അവർക്ക് എന്ന് വെച്ചാൽ പേഴ്സണൽ കോച്ച് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ മൈൻഡ് എന്താകും, പതറിപ്പോകും. അപ്പൊ ഇതിനു മുൻപ് എനിക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി, ലൈക്ക് നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്, ഒരു യങ് ആയിട്ടുള്ള ഒരാൾ. അവര് ബിസിനസ്സിൽ ഭയങ്കര ഒരു പ്രതിസന്ധി പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ എന്താ വെച്ചാൽ അവരെന്നോട് ഇങ്ങനെ സംസാരിച്ചു. നമ്മുടെ കോഴ്സ് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ കോഴ്സ് ചെയ്തിട്ടുള്ള ഒരാൾ ആ ചെയ്ത കുറച്ച് ദിവസങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്തു. പക്ഷെ പിന്നെയും അവർക്ക് ഭയങ്കര ബിസിനസ്സിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും അവർക്ക് വേണ്ടിയിരുന്ന വെച്ചാൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോഴ്സ് പ്രൊഡക്ടിവിറ്റി കോഴ്സാണ്. ഓക്കെ, ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി കോഴ്സ്. പക്ഷേ അവർക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിരുന്ന വെച്ചാൽ നമ്മുടെ ഈ മൈൻഡിന്റെ കോഴ്സും കോച്ചിങ്ങും കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് ഞാൻ എന്റെ മറ്റേ കോഴ്സ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ അവർക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഫാമിലി ആൻഡ് കെയറിംഗ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തെറാപ്പി ചെയ്തു കൊടുത്തു. കാരണം അവർ അത്രയും വീക്ക് ആയിട്ടുള്ള സ്റ്റേജിൽ ആണ്. അപ്പൊ എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഷീ നീഡ്സ് ഹെൽപ്പ്. അപ്പം നമ്മൾ അത് ആ ഒരു തെറാപ്പി ചെയ്തപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് അവർക്ക് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ആയി മാറിയത്. അവർ ശരിക്കും അങ്ങോട്ട് കാമൻ ഇതായി. അവർക്കിപ്പോൾ അത് ഇനി എങ്ങനെയാണ് എന്നുള്ളത് അവർ ഫോളോ അപ്പ് ചെയ്യണം. എന്തായാലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണം, സപ്പോർട്ട് വേണം, നമുക്ക് ഗൈഡൻസ് വേണം. നമ്മുടെ മൈൻഡ് ക്ലിയർ ആയാൽ, നമ്മൾ ക്ലിയർ ആയാൽ, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബിസിനസ് നല്ല രീതിയിലേക്ക് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ജോബ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എത്ര വളരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഫാമിലി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് ലോകത്തിന് ആവശ്യമുള്ള ഒരു കാര്യം. ദിസ് ഇസ് നോട്ട് എ ജോക്ക്, ഒരു തമാശയല്ല. നമുക്ക് ആവശ്യമാണ്. അധികം ആൾക്കാരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാൻ കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്കൂളിൽ 95%, 99% ആൾക്കാർ വിജയിക്കുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ എന്തുകൊണ്ട് അധികം ആൾക്കാരും പരാജയപ്പെടും? 95% ആൾക്കാരും സ്ട്രഗിൾ ചെയ്യാണ് ചെയ്യും. എസ് ഓർ നോ? അല്ലെ? സ്കൂളിൽ വിജയിക്കുന്നു, എന്നാൽ ജീവിതത്തിൽ പരാജയപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. എന്താ കാര്യം? സ്കൂളിൽ അധ്യാപകരുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങൾ. എന്നാൽ ജീവിതത്തിൽ നമുക്ക് ആരുമില്ല. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഒരു വലിയ കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സപ്പോർട്ടും ഗൈഡൻസും എന്താണ്, ലൈഫ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട്, ഇത് ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തേടണം. സോ അറ്റൻഡ് എ ലൈഫ്, ഇതാണ് അതുകൊണ്ട് ലൈഫ് കോച്ചിങ് കോഴ്സ് എന്ന് പറയുന്നു. ഇതൊരു നമ്മൾ എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ കോഴ്സ് അല്ലെങ്കിൽ IT കോഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സ് എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് എ കോഴ്സ് when we need it. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ലൈഫ് സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുമ്പോൾ, അത് ഇടയ്ക്കിടയ്ക്ക് ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്കൂൾ നമ്മൾ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് ആ ഗൈഡൻസ് കിട്ടും. നമ്മൾ ലൈഫിൽ നമ്മൾ വിജയിക്കാൻ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം, സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം, സെയിൽസ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, ബിസിനസ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, മണി മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, പാരന്റിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, ലൈക്ക്
റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സ്കില്ല് വേണം, ഇമോഷണൽ മാനേജ്മെന്റ് സ്കില്ല് നമുക്ക് വേണം, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ല് വേണം, ടൈം മാനേജ്മെന്റ് സ്കില്ല് വേണം, പ്രൊഡക്ടിവിറ്റി സ്കില്ല് വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ സേഫ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് വിജയിക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ. സ്കൂളിൽ അധ്യാപകരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും പഠിച്ച് വിജയിച്ചത്. എന്നതുപോലെ ജീവിതത്തിലും നമുക്ക് അധ്യാപകർ ആവശ്യമാണ്, കോച്ചുമാർ ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്. പഠനം തുടരുക. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, നമ്മൾ മോർണിംഗിൽ നൽകുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു നൽകലാണ്, സപ്പോർട്ടാണ്. ഇതിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഐ നോ ദാറ്റ്. ബട്ട് ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെപ്തിൽ പഠിക്കണം, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം, ഡെപ്തിൽ പഠിക്കണം, ഒരു വിഷയം ആഴത്തിൽ പഠിക്കണം, ക്രമപ്രകാരം പഠിക്കണം. അപ്പൊ ആ ക്രമപ്രകാരം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോച്ചിങ് വേണം, അതിന് ഹോംവർക്ക് ചെയ്യണം. ഇതൊന്നും നമുക്ക് ഇവിടെ നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഹോംവർക്ക് തരാനോ ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ തന്നെ വെച്ചാൽ പെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സുകളിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ എന്താ വെച്ചാൽ ഇൻഡെപ്ത് വർക്ക് ബുക്ക് നൽകുന്നു. ആ വർക്ക് ബുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാരിറ്റി കിട്ടും. നമ്മുടെ സ്കൂളിൽ നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി വർദ്ധിക്കുക. ആ ക്ലാരിറ്റി കിട്ടുമ്പോഴാണ്, നമ്മുടെ ലൈഫിന്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ വളരെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട്, ആ ക്ലാരിറ്റി വേണം, നമ്മുടെ മുൻപിലൊരു വഴി നമുക്ക് തെളിയണം. ലൈക്ക് കണ്ടിന്യൂസ് ക്ലാരിറ്റി എന്നുള്ളത്, നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ഇനി എന്ത് ഞാൻ ചെയ്യണം, ആ ക്ലാരിറ്റി കിട്ടുക എന്നുള്ളത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ഹോംവർക്കുകൾ ചെയ്യുമ്പോഴാണ് ക്ലാരിറ്റി വരിക. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, ഇനി എനിക്ക് വേണ്ടത് ഇതാണ്, അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് ഇങ്ങനെ ഹീൽ ചെയ്യാം, എനിക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് അറിയുമ്പോഴാണ് അതിലേക്ക് നിങ്ങൾ എത്തുന്നത്. അപ്പൊ ലൈഫിൽ ഇന്നത്തെ ഒരു വിഷയം ഇതാണ്, നിങ്ങൾക്ക് എങ്ങനെയല്ല നിങ്ങളുടെ ലൈഫ് ഫിക്സ് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫ് സോൾവ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് വേ, ത്രൂ റൈറ്റ് ലൈഫ് കോച്ചിങ്. ലൈഫ് കോച്ചിങ് കോഴ്സുകളിലൂടെ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളിലൂടെ, ലൈഫ് ചേഞ്ചിങ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ, മെന്ററിങ് പ്രോഗ്രാമുകളിലൂടെ ആണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുക. നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അതാണ് ഈസിയർ വേ, അതാണ് എളുപ്പം. അതല്ലെങ്കിൽ നമ്മളായിട്ട് ജീവിതത്തിൽ പരാജയപ്പെട്ട് പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും കടന്നുപോയി ഒരു ഏരിയ നമുക്ക് ചിലപ്പോൾ റെഡിയാക്കാൻ പറ്റുമായിരിക്കും. ബിസിനസ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഉഷാറായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്താണ്, ചില പേഴ്സണൽ ലൈഫിലായിരിക്കും സപ്പോർട്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും, മനസ്സിലാവുന്നുണ്ട്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള അധികം ആൾക്കാർ ബിസിനസ്സിൽ ഭയങ്കരമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ ഏതെങ്കിലും കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. എത്ര പല കാര്യങ്ങളുടെ പിന്നാലെ പോയാലും, പല സംഗതിയുടെ പിന്നാലെ പോയാലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ട്രോമ കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുവരാം. ക്ലിയർ ആണോ പറയുന്നത്? സോ വി ഹാവ് ടു ഹീൽ and then transform our life one by one, and we will do it. This is the way we do, this is the way we grow. We transform through our awareness changing. നമ്മുടെ അവയർനെസ് ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ ഒരു മോർണിംഗ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നില്ലേ? Isn't it helping? യൂസ്ഫുൾ അല്ലേ? നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ അല്ലേ? മോർണിംഗ് ക്ലാസ് നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. Is it? Yes, very good. Thank you so much for joining. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ഈ നൽകുന്ന ഇതിലൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ യു ആർ ഓൺലി ലേണിംഗ് ലൈക്ക് ഓൺലി വെരി ഫ്യൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഡെപ്തിലേക്ക് ലേൺ ചെയ്യാനും ഗ്രോ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത സെഷനിലേക്ക്, അടുത്ത സംഗതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് കിടക്കാൻ പോകുന്നത്. അടുത്തൊരു ദിവസം നമ്മൾ വീണ്ടും വരും. അപ്പൊ കോച്ചിങ്ങിനെ കുറിച്ചും സംഗതികളെ കുറിച്ചും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ പരമാവധി ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പരമാവധി ക്ഷണിക്കുക. ബിക്കോസ് ഇതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പോലെ പ്രയാസമുള്ളവരാണ്. സ്നേഹം മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഈ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുള്ള അവരുടെ ലൈഫിലേക്ക് ഒരു നന്മയായിട്ട് ഇതിന്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ജോയിൻ ചെയ്യാൻ പറയാം. അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 8086880771 എന്ന് പറയുന്ന നമ്പർ നോട്ട് ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ കയറി നോക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആ പേജിൽ ഷാഫിൻ സ്പേസ് എന്ന് പറയുന്ന പേജിൽ എന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. അതല്ലെങ്കിൽ ഞാനിവിടെ കമന്റ് ചെയ്യുന്ന നമ്പർ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചുള്ള
86007771 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കണക്റ്റഡ് ആവും. അപ്പോൾ 1 by 1 നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം, നല്ലൊരു ഫാമിലി ആയിട്ട് നമുക്ക് മുന്നോട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പിന്നെ അതേപോലെ തന്നെ മറക്കാതെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുള്ള ബുക്ക് ഉണ്ട്. പലർക്കും ആ ബുക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏകദേശം 10-11 ആൾക്കാർക്ക് എന്താ വെച്ചാൽ ആ ബുക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിജയത്തിലേക്കുള്ള 45 പടവുകൾ. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും, ഗിവ് അവേ ആണ്. നിങ്ങൾ ചെയ്യേണ്ട നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള സെൻഡ് ചെയ്ത് തരാം. ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വീഡിയോ അയച്ചാൽ മതി, ഞാനിവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എനിവേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, മറക്കരുത്, നമ്മുടെ കോഴ്സുകൾ വരുന്നുണ്ട്, പങ്കെടുക്കാൻ ശ്രമിക്കാം. അതിൽ പങ്കെടുക്കാൻ ക്യാഷ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കുള്ള ലൈഫ് കോച്ചിങ് ഞാൻ പറഞ്ഞുതരാം, ഒരു ഐഡിയ പറഞ്ഞുതരാം. വിഷ്വലൈസ് ചെയ്യുക. ജുവൈന അതേപോലെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്, ബട്ട് ഷീ അറിയുന്നു ഇങ്ങനെ പണം കിട്ടി. ഞാൻ ആ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് എഴുതുക, ഒരു 50 പ്രാവശ്യം ഇരുന്ന് എഴുതുക. ഞാൻ ആ കോഴ്സിലേക്ക് അറ്റൻഡ് ചെയ്യുക, എനിക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ പണം എന്നിലേക്ക് വരും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക, എഴുതിക്കൊണ്ടേയിരിക്കുക. ഒരു 50 പ്രാവശ്യം എഴുതിയാൽ ഏറ്റവും മിനിമം ഒരു ദിവസം 20 പ്രാവശ്യമെങ്കിലും എഴുതാം. 50 പ്രാവശ്യം 55 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ. അതേപോലെ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഉഷ്ണ. ഷീ ഹാവ് ഡൺ ഇറ്റ് ആൻഡ് ഷീ ഗോട്ട് ദ മണി. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദേർ. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ വരാം. ഡോണ്ട് വറി, യു ക്യാൻ ഗ്രോ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. സോ പറഞ്ഞതുപോലെ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.